നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവില് ശ്രീദേവി കരഞ്ഞുകൊണ്ട് മീനാക്ഷിയോടും മിത്രയോടും പറഞ്ഞു, അതെ എന്റെ അച്ഛനും അമ്മയൊക്കെ ഒരു പക്ഷേങ്കിൽ അന്ന് ആ ജോലി സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ എല്ലാ സത്യങ്ങളും തുറന്നു പറയാന്ന് എനിക്ക് പറ്റില്ല, വീട്ടിലുള്ളവരെ ചതിക്കാണെന്ന്. പക്ഷെ എൻ്റെ അമ്മയൊന്നും സമ്മതിച്ചില്ല. പിന്നെ ആ ജോലിക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവരാണ് പറഞ്ഞത്, വേറെ ഐ.ടി കമ്പനി ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയാൽ മതി എന്നൊക്കെ. ഒടുവിൽ ആ ഹോട്ടലിലെ ജോലിയുടെ കാര്യം പറഞ്ഞ് അവരൊക്കെ അങ്ങനെ അവിടെ ജോലിക്ക് പോകുന്ന സമയത്തും എനിക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടെന്ന് അറിയായിരുന്നോ? ആ ഹോട്ടലിലെ മാനേജറൊക്കെ ആണെങ്കിലും ചില സമയത്ത് ചീത്ത പറയുമ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് കരയുമായിരുന്നു. എനിക്ക് പറ്റുന്നില്ല അമ്മേ, എനിക്ക് പറ്റുന്നില്ല, ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവാന്ന്. പക്ഷെ അവർ പറഞ്ഞു പറയരുത്, എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞു. ഞാൻ അവരോട് കരഞ്ഞു പറഞ്ഞ ഇങ്ങനെയൊന്നും വേണ്ടാന്ന്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഈ കുടുംബത്തോട് ഒരു ചതിയും ചെയ്തില്ല. മനഃപൂർവ്വം അങ്ങനെ ആരെയും ഞാൻ കരിവാരത്തേക്കാൻ ശ്രമിച്ചിട്ടില്ല. ആനന്ദേട്ടനെ നശിപ്പിക്കണമെന്നോ ജീവൻ നശിപ്പിക്കണമെന്നോ കരുതിട്ട് ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇതൊക്കെയാ മീനു സംഭവിച്ചേ. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോടൊപ്പം നിൽക്കാൻ പാടില്ലായിരുന്നു. സത്യങ്ങളൊക്കെ ഈ കുടുംബത്തിൽ നേരത്തെ തുറന്നു പറയണമായിരുന്നു. മീനാക്ഷി പറഞ്ഞു, എങ്കിൽ പിന്നെ ദേവിയടുത്തേക്ക് നേരത്തെ പറഞ്ഞാൽ എന്തായിരുന്നു? ആരുടെങ്കിലും തുറന്നു പറയായിരുന്നല്ലോ. ഇത്രയും നാൾ ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് ഇത്രയും വഷളാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതെ എനിക്ക് പറയായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടതായിട്ട് വന്നു. അതാ സംഭവിച്ചേ. ഓരോ നിമിഷവും ഞാൻ ഉരുകി ഉരുകിയാ കഴിഞ്ഞുകൊണ്ടിരുന്നേ. അപ്പോഴാണ് ഗോമതിയുടെ ഗോമതിയാണ് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച പോലെയാ വരുന്നേ, സമനില തെറ്റിയ പോലെ. കഴിഞ്ഞോടി നിന്റെ പ്രസംഗം എന്നും ചോദിച്ചോണ്ടാണ് വരവ്. എടി എല്ലാം അറിഞ്ഞിട്ട് ഈ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് വന്ന് കയറിയോളല്ലേ എവിടെ നീയോ? അപ്പോഴേക്കും ശ്രീദേവി ചാടി എഴുന്നേറ്റു. ആ സമയം മിത്ര പറഞ്ഞു, അപ്പച്ചി അപ്പച്ചി എന്തൊക്കെയാ പറയണേ? മീനാക്ഷി പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. ശ്രീദേവി ചില ഭാഗത്ത് അങ്ങനെ തെറ്റൊന്നുമില്ല. ദേ നിങ്ങൾ എന്നെ അമ്മയെന്നും അപ്പച്ചിന്നൊക്കെ വിളിക്കുന്നേ, ആ ഒരു ബഹുമാനം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുമുണ്ട്. ഇവളെ ഞാൻ കണ്ടിരിക്കുന്നേ മരുമകളായിട്ടല്ല, മകളായിട്ടാ. നിങ്ങളെക്കാളും കൂടുതൽ സ്നേഹം ഇവൾക്ക് ഞാൻ കൊടുത്തേ. എന്നിട്ട് അങ്ങനെയുള്ള അവളാണ് എന്നോട് ഈ ചതി ചെയ്തേ. നിങ്ങൾ ഇവളുടെ ഭക്ഷണത്തിൽ ചേർന്ന് നിൽക്കുവാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരും. നിങ്ങളെയും പിന്നെ ഞാൻ എൻ്റെ മരുമക്കളായിട്ട് കാണത്തില്ല, അറിയാലോ. എൻ്റെ ഒപ്പം മര്യാദയ്ക്ക് നിന്നോണം. മീനാക്ഷിയും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെയായിരുന്നു മിത്രയ്ക്കും. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടി നിന്റെ നുണപറച്ചിലും കാര്യങ്ങളൊക്കെ തീർന്നോ? നീ ഒറ്റ ഒരുത്തിയെ കുടുംബം നശിക്കാൻ കാരണം. എടി എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടേക്ക് നീ കയറി വന്നേ? അതും പറഞ്ഞിട്ട് ആ മുടുക്കുത്തിനും കൂടെ കയറി പിടിച്ചങ്ങോട്ട് വലിക്കുവാണ്. വേദന കൊണ്ട് ശ്രീദേവി കിടന്ന് പൊളയുവാണ്. അപ്പോഴേക്കും മീനാക്ഷി മിത്രം കൂടെ വിടാൻ പറഞ്ഞുകൊണ്ട് തടയുവാണ്. പക്ഷെ തടഞ്ഞിട്ടും ഭ്രാന്ത് പിടിച്ച പോലെയാണ് ഗോമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീദേവിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം വിടിയിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ വിടുന്നുണ്ടായിരുന്നില്ല, വിടുന്നുണ്ടായിരുന്നില്ല ഗോമതി. ഒടുവില് ഒരു വിധത്തിലാണ് മീനാക്ഷിയും മിത്രയും കൂടെ ഗോമതിയെ പിടിച്ചു മാറ്റുന്നത്. അപ്പച്ചി എന്തോ കാണിക്കണമെന്ന് മിത്ര ചോദിച്ചു. എടി ഞാനൊന്നും കാണിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇനി കാണിക്കാൻ പോകുന്നുള്ളൂ. ഇനിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എടി നിന്നെ ഞാൻ എത്രമാത്രം വിശ്വസിച്ചെന്നറിയാവോ? എല്ലാരെക്കാളും കൂടുതൽ വിശ്വാസം നിന്നെയായിരുന്നു. ഭാവ എന്റെ ധർമ്മന് അവൻ എന്ത് തെറ്റടി ചെയ്തേ? നീ ഒറ്റയൊരുത്തി കാരണം അവൻ ഈ വീട് വിട്ടു പോകേണ്ട വന്നത്. നിന്റെ അച്ഛന് മോഷ്ടിച്ചിട്ട് ആ കുറ്റം കൂടെ എൻ്റെ ഭാവധർമ്മന്റെ തലയിലേക്ക് കെട്ടിവെച്ചു. എന്നിട്ട് എന്തായി? ഇത്രയും വർഷം ഞങ്ങളോടൊപ്പം ജീവിച്ച അവന് ഒരു നിമിഷം കൊണ്ട് പടിയിറങ്ങി പോയില്ലേ? നിന്റെ അച്ഛൻ വലിയ കോടീശ്വരനായിരുന്നു പറഞ്ഞ് എന്തൊക്കെയായിരുന്നു. എടി ബാലേട്ടൻ നിന്നെ അത്രയ്ക്ക് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ബാലേട്ടൻ നിന്നെയായിരുന്നു ഏറ്റവും കാര്യം. എപ്പോഴും പറയായിരുന്നു, കണ്ടില്ലേ അത്രയും പണവും പത്രാസും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഒരു അഹങ്കാരം ഇല്ലാതെ മോൾ ഇവിടെ നിൽക്കണമെന്നൊക്കെ എപ്പോഴും പറയായിരുന്നു. എന്നിട്ട് ആ ബാലേട്ടന് തന്നെ തിരിച്ചടി കൊടുത്തില്ലേ? എന്തൊക്കെ അഹങ്കാരമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നിന്റെ തന്ത. എന്നിട്ടോ ഇതുപോലൊരു ചതിയനാന്നുള്ള കാര്യം അറിയണ്ടായിരുന്നില്ല. എന്റെ മോന്റെ ജീവിതം അടി നശിപ്പിച്ചേ. ബാലേട്ടൻ നിന്റെ ആലോചന കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ എന്റെ മോൻ ഒന്നും ചോദിച്ചില്ല. നിന്റെ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. കാരണം അവൻ അച്ഛൻ കൊണ്ടിരുന്ന ഏതൊരു ആലോചനയ്ക്കും തയ്യാറായിരുന്നു. മറുത്തൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അച്ഛൻ അവൻ ഒരിക്കലും ചീത്ത കൊണ്ടേ കൊടുക്കില്ലെന്ന് അവൻ വിശ്വസിച്ചു അന്ധമായിട്ട്. അതുകൊണ്ടാണ് എന്റെ മോന്റെ ജീവിതം തകർന്നു പോയത്. ശ്രീധി പറഞ്ഞു, അമ്മേ ഞാൻ ഒരക്ഷരം മിണ്ടരുത്. ഇതല്ല ഇനി ഇത് കൂടുതൽ ഇനി എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? വീണ്ടും തല്ലാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ മീനാക്ഷി മിത്രം കീറി തടഞ്ഞു. ഗോമതി പറഞ്ഞു, ഇനി ഞാൻ വിശ്വസിക്കില്ലടി, നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല. നീ ചെയ്ത ചതി എന്തൊക്കെയായിരുന്നു? നീ സ്കൂളിലേക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ വഴിക്കണ്ണുമായിട്ട് ഞാൻ കാത്തിരിക്കും. ഐ.ടി കമ്പനിക്ക് ജോലിക്ക് പോയിട്ട് വരുമ്പോൾ
ഇത്തിരി എങ്ങനെ വൈകിട്ടുണ്ടെങ്കിൽ എനിക്ക് വെപ്രാളമായിരുന്നു. എന്താ താമസിക്കണം ഓർത്തിട്ട്. നീ അവിടെ ഇവിടെയെല്ലാം ഊര് തണ്ടി കണ്ടിടത്തൊക്കെ പോയിട്ട് നീ വന്ന് കയറും. വന്ന് കയറുമ്പോൾ നിനക്ക് ഞാൻ കുളിക്കാനുള്ള വെള്ളവും വെച്ച് നിനക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ച് തന്നുവിടും. അത് മാത്രമാണോ? കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ നീ കടയിലേക്ക് ചോറുമായിട്ട് പോകുന്നു, ആനന്ദിന് കൊണ്ടേ കൂട്ടുന്നു, ബാലേട്ടന് കൊണ്ടേ കൊടുക്കുന്നു. എന്തൊക്കെ പ്രകടനങ്ങൾ എവിടെ നടത്തിയത്? നിനക്ക് എങ്ങനെ തോന്നിയിരുന്നേ അതൊക്കെ ചെയ്യാനായിട്ട്? അതോ നിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാണോ? അതോ ചിലപ്പോൾ അതായിരിക്കൂലേ അങ്ങനെയൊക്കെ ചെയ്ത് പ്രീതി പിടിച്ചു പറ്റണമെന്ന്. പക്ഷെ ഇനി നടക്കത്തില്ലടി ഗോമതിയുടെ അടുത്ത്. ഗോമതി ആരെന്ന് ശരിക്കും കാണാൻ പോകുന്നുള്ളൂ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞ, അമ്മേ മിണ്ടരുത്, എന്നെ അങ്ങനെ വിളിക്കുക പോലും ചെയ്തേക്കില്ല. ഇതിനുള്ള പകരം ഞാൻ വീട്ടിലിരിക്കും. ഗോമതി ആരാന്ന് നിന്റെ വീട്ടുകാരനെ അറിയാൻ പോകുന്നുള്ളൂ. അവർക്ക് ഈ കുടുംബത്തെക്കുറിച്ച് ശരിക്കും അറിയില്ലടി. അതും പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും തല്ലാൻ ചെല്ലുമ്പത്തേനും ഒരു വിധത്തി മീനാക്ഷി മിത്രയൊക്കെ ഗോമതിയെ തടഞ്ഞു. അങ്ങനെ ഒരു ഒടുവില് ഗോമതി വിളിച്ചിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പത്തേനും തലയ്ക്ക് കൈ കൊടുത്തിരുന്നിട്ട് ഏങ്ങി കരയുവാണ് ശ്രീദേവിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് മീനാക്ഷിക്കും മിത്രയ്ക്കും അറിയത്തുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഉദയഭാനിന് ഫോൺ ചെയ്യണം ബാലിന്. അപ്പോഴേക്കും ഉദയഭാനു ചോദിച്ചു, എന്താ ബാല ഈ സമയത്ത്? അതോ സാർ നാളെ ഫ്രീ ആണോ? എന്താ ബാല അങ്ങനെ ചോദിച്ചേ? അല്ല, ഫ്രീ ആണെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. നാളെ എനിക്ക് ഹൈദരാബാദിലൊരു മീറ്റിംഗ് ഉണ്ട്. ഇന്ന് മീറ്റിങ്ങിന് പോകണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഗോമതി സ്റ്റോഴ്സിലേക്ക് എന്നെ മോളെ കാണാൻ വന്നോണ്ട് ആ മീറ്റിംഗ് മുടങ്ങിയെന്ന് പറഞ്ഞു. അല്ല സാറേ, മീറ്റിംഗ് എപ്പോഴാ? രാവിലെ ആയിരുന്നു. എങ്കിൽ പിന്നെ അത് ഉച്ച കഴിഞ്ഞതേക്ക് ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ബാല? അതെ, ഈ വീട് വരുമെന്ന് പറഞ്ഞായിരുന്നു, സാറും ഭാര്യയും കൂടെ. അങ്ങനെയാണോ? അല്ല, എന്തേലും ഫംഗ്ഷൻ ഉണ്ടോ? അതൊരു സർപ്രൈസാ. എങ്കിലായിക്കോട്ടെ, രാവിലെ എന്നെ എത്തിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഗോമതി അങ്ങോട്ടേക്ക് വന്നു. ഗോമതി വന്ന് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ബാലൻ പറഞ്ഞു, ഗോമതി ഞാൻ പറഞ്ഞ അതേപടി അനുസരിച്ചവനാ ആനന്ദ്. കാരണം അവൻ എന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നേ. അവന്റെ ജീവിതം തന്നെ ഞാൻ ഇല്ലാതാക്കി കളഞ്ഞില്ലേ. പാവം എന്റെ മോന്. അവൻ എത്ര വിഷമിക്കുന്നുണ്ടായിരിക്കും. ഇത്രയും കാലം അവന്റെ ജീവിതം തകർത്തെറിഞ്ഞിട്ട്. അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയില്ല ഗോമതി. അവന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കാണുമല്ലേ. പക്ഷെ ഗോമതി ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ബാലൻ ഗോമതി എന്നും പറഞ്ഞു വിളിച്ചു. ഗോമതി പറഞ്ഞു, എനിക്കൊന്നും തലയിലേക്ക് കയറില്ല ബാലേട്ടാ. എന്റെ മനസ്സ് മുഴുവനും അവനാണ് ആനന്ദ്. പാപം എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും അവൾ ഈ കൊടും ക്രൂരത ചെയ്തല്ലോ. അവളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഈ ജന്മത്തിൽ ക്ഷമിക്കാൻ പറ്റില്ല. അവളെ ഞാൻ മരുമകളായിട്ടല്ല, മകളായിട്ട് കണ്ട് സ്നേഹിച്ചുകൊണ്ടിരുന്നേ. പക്ഷെ അങ്ങനെ ഒരു ചതി ചെയ്തവള് ഇനി ഈ വീട്ടിൽ വേണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ബാലൻ പറഞ്ഞു, നീ ഒന്ന് സങ്കടപ്പെടാതിരിക്കുക. ബാലേട്ടൻ ഇത് പറയാം. പക്ഷെ എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ. അവള് കാരണമല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്ന ഈ കുടുംബത്തില്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മകൻ ഇത്രയും കാലം ഇതൊക്കെ ഉള്ളിലടക്കി വീർപ്പ് മുട്ടി കഴിഞ്ഞുകൊണ്ടിരുന്നേ. അവന് നമ്മൾ ഒരു തവണ പോലും അവന്റെ മനസ്സിൽ എന്താന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും വലിയൊരു വേദന അവന്റെ ഉള്ളിലുണ്ടായിരുന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയായിരുന്നോ? അവള് ഹോട്ടലിലൊക്കെ ജോലിക്ക് പോയി, അവിടെ ഇവിടെയൊക്കെ ജോലിക്ക് പോയി. എന്നിട്ട് പോലും നമ്മൾ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അതൊക്കെ നമ്മുടെ പിടിപ്പുകേടാ ബാലേട്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഗോമതി വിഷമിക്കുകയാണ്. ഗോമതിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീദേവി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ വളയിട്ട് കൊടുത്തു. പിന്നെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റിയതായ രംഗങ്ങളൊക്കെ വരുവാണ്. അതേസമയം മീനാക്ഷി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ശ്രീദേവി വെച്ച് പ്രഗ്നന്റ് ആയ സമയത്ത് താൻ ചോറ് വാരി കൊടുത്ത് ഫുഡ് എടുത്ത് കൊടുത്ത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. മിത്രയ്ക്കും അതെ. ശ്രീദേവിയെ കുറിച്ച് ഓർത്ത് കഴിയുമ്പോൾ വിഷമമായിരുന്നു. കാരണം അവർ തമ്മിൽ കുറെ നല്ല നല്ല നിമിഷങ്ങളുണ്ടല്ലോ. എല്ലാവരും ഓരോ മൂലക്കിരുന്ന് വിഷമിച്ചിരിക്കുക. ആർക്കും അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എല്ലാവരും. അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.